ലൈസൻസോ നമ്മുടെ ലാപ്ടോപ്പ് കുത്താനുള്ള പ്ലഗ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. ട്രാക്ക് കേൾക്കണമെങ്കിൽ നമുക്ക് EP വേണം, മിനിമം സൗണ്ട് കുത്തുന്ന സാധനം വേണം. ആ സാധനം പാട്ടിടുന്ന ഞാൻ പറയാം. നമ്മുടെ ഹനാൻ ഷായുടെ ലേറ്റസ്റ്റ് കോൺട്രവേഴ്സി, അതായത് പുള്ളി പാട്ട് പാടിക്കൊണ്ട് മറ്റേ പാട്ട് പാടാൻ സ്റ്റേജിൽ കയറിയ സമയത്ത് പാട്ട് പാടാണ്ട് ഇറങ്ങിപ്പോയിരുന്ന ആ കോൺട്രവേഴ്സി, അതിനെതിരെ റിയാക്ട് ചെയ്ത് നമ്മുടെ അക്ഷർ ടെക്കി ഒരു വീഡിയോ ഇറക്കിയിട്ടുണ്ടായിരുന്നു. അതിനെതിരെ ശക്തമായി പ്രതികരിച്ചുകൊണ്ട് നമ്മുടെ ഈഗിൾ ഗെയിമിംഗ് രംഗത്ത് വന്നിട്ടുണ്ട്. അതായത് ഇത് കഥ അറിയാത്തവർക്ക് ഞാൻ സിമ്പിളായിട്ടൊരു കാര്യം പറയാം. അതായത് നമ്മുടെ ഹനാൻ ഷാ ഒരു സ്റ്റേജിൽ പാട്ട് പാടാൻ പോയി. അപ്പോൾ അവർക്ക് പുള്ളിക്കാരന് വേണ്ടി അത്ര മറ്റേ മൈക്കും കുറച്ച് കാര്യങ്ങളൊക്കെ പുള്ളി നേരത്തെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആ ഗാഡ്ജറ്റ്സ് ഒന്നും അവർ അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടില്ലായിരുന്നു. അതുകൊണ്ട് അവർക്ക് പുള്ളിക്കാരും പ്രോപ്പറായിട്ട് പെർഫോം ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് പുള്ളിക്കാരൻ അവിടെ പാടാണ്ട് ഇറങ്ങിപ്പോയി. അതിനെ ബേസ് ചെയ്തുകൊണ്ട് ഭയങ്കര നെഗറ്റീവാണ് പുള്ളിക്ക് വന്നത്. അതിൻ്റെ നമ്മുടെ അക്ഷർ ടെക്കി ഇതിനെതിരെ ഒന്ന് റിയാക്ട് ചെയ്തൊരു വീഡിയോ ഇറക്കിയിട്ടുണ്ട്. ആ വീഡിയോ ഈഗിൾ റിയാക്ട് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ നമുക്കൊന്ന് കാണാം. നമസ്കാരം ദോസ്തോ, നമ്മളിന്ന് ഹനാൻ ഷോയുടെ കുറച്ച് വികൃതികളാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. നമ്മുടെ നാട്ടില് കുടുംബസംഗമത്തിൽ ഇതിലേറെ നല്ല മൈക്ക് കിട്ടും. അഹങ്കാരമാ ഹനാൻ. ഇതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ പ്രശ്നങ്ങളെല്ലാം തുടങ്ങുന്നത്. അതായത് പുള്ളിക്കാരൻ്റെ സൈഡിൽ നിന്നൊന്നും അല്ലാണ്ട് കുറെ ഇതേപോലെ കുറെ ഇൻഫ്ലുവൻസ് ഇതിന്റെ പേരും പറഞ്ഞ പുള്ളിക്ക് നല്ല നെഗറ്റീവ് കൊടുക്കുന്നുണ്ട്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ അത് വരുന്ന ആ പരിപാടിക്ക് വരുന്നതിന് മുന്നോടിയായിട്ട് ചോദിക്കുന്നുണ്ട്. അത് എനിക്ക് ഇന്ന സാധനം പാട്ട് പാടാൻ ഇന്ന സാധനം ഇയറിങ്ങിന്റെ കുറെ കാര്യങ്ങളൊക്കെ വേണമെന്ന് പറയുന്നുണ്ടായിരുന്നു. അതൊന്നും അവരിട്ട് പ്രൊവൈഡ് ചെയ്തില്ല. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് പുള്ളിയുടെ തെറ്റ് എങ്ങനെയാവുന്നത് എനിക്ക് മനസ്സിലായത്. പുള്ളിയുടെ തെറ്റ് എങ്ങനെയാവുന്നത്, ഹനാൻ ഷായുടെ തെറ്റ് എങ്ങനെയാവുന്നത്, അതായത് മറ്റേ അത് പരിപാടി നടത്തിയവരുടെ പേരിലല്ലേ ശരിക്കും പറഞ്ഞാൽ തെറ്റ് വരണ്ട. ഈ ഹെയ്റ്റ് ഒരു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹനാൻ ഷാ എന്ന് പറഞ്ഞ പുള്ളിക്ക് ഞാൻ പുള്ളിക്കാരൻ്റെ വീഡിയോസ് ഒക്കെ കാണാറുള്ളത്. എനിക്ക് പുള്ളിക്കാരൻ്റെ പേഴ്സണൽ നല്ല രസം. എനിക്ക് ഇത്രയും ജാടയില്ലാത്തൊരു പുള്ളിക്കാരൻ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അങ്ങനെയുള്ള ഒരു പാവം പയ്യ, അങ്ങനെ നല്ലൊരു എളിമയുള്ള ഒരു ഇൻഫ്ലുവൻസ്. ഞാൻ എൻ്റെ ഒരു ഓപ്പണായിട്ട് ഞാൻ എൻ്റെ ഫിലിം പറയാണ്, ഇത്രയും നല്ല എളിമയായിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസറെ ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ അതേപോലത്തെ ഒരു ഇൻഫ്ലുവൻസ് ഇങ്ങനെ ഹെയ്റ്റ് കൊടുക്കേണ്ട ഒരു കാര്യമില്ല. അത് ഈ അക്ഷർ ടെക്കിയൊക്കെ ഇങ്ങനെ വെറുതെ ഹെയ്റ്റ് കൊടുക്കേണ്ട ഒരു കാര്യമില്ല. അതായത് പുള്ളിക്കാരൻ്റെ മറ്റേ ഫാൻസ് ഒക്കെ അവിടെ കാണാൻ പറ്റുന്ന പുള്ളിക്കാരൻ്റെ പാട്ട് പാടാൻ ഇത് കേൾക്കാൻ തന്നെയാണ്. പക്ഷെ പുള്ളിക്ക് അവിടെ പെർഫോം ചെയ്യണമെങ്കിൽ അതിനനുസരിച്ചുള്ള എക്യുപ്മെന്റ്സ് കൊടുക്കണ്ടേ. ഇതിനെതിരെ ഈഗിൾ നല്ല ശക്തമായിട്ടുള്ള റിപ്ലൈ കൊടുക്കുന്നുണ്ട്. അത് നോക്കുന്നു നോക്കണം. ആൾക്കാർക്ക് വേണ്ടി പറഞ്ഞുതരാം. നിങ്ങൾ പാട്ട് നിങ്ങൾ പാട്ട് വെളിയിൽ നിന്ന് കേൾക്കുന്ന സമയത്ത് ഈ സാധനത്തിൽ കൂടെയാണ് നമുക്ക് പാട്ടിന്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അകത്ത് കേൾക്കുന്നത്. മനസ്സിലായ? ഇതൊക്കെ ബേസിക് നീഡാ, ഒരു പാട്ടുകാരന്റെ ബേസിക് നീഡാ. ഈ സാധനം ചെവിയിൽ വെക്കണം. ഇന്നിയേഴ്സ്, അതുപോലെ ഫ്രണ്ടിലത്തെ മോണിറ്റേഴ്സ്, മൈക്ക്, ഇങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്, കുറെ സ്പീക്കേഴ്സ്. ഇതൊന്നും പ്രൊവൈഡ് ചെയ്യാതെ പുള്ളിയെ പുറത്തെ രാജ്യത്ത് ഒരു പരിപാടിക്ക് വിളിക്കണ സമയത്ത് അത് പ്രൊവൈഡ് ചെയ്തില്ലെങ്കിൽ അത് ആ കോർഡിനേറ്റ് ചെയ്ത ആൾക്കാരുടെ ഇഷ്യൂ തന്നെയാണ്. മനസ്സിലായ? തീർച്ചയായിട്ടും ഇതിനെ എനിക്കും പറയാനുള്ളത്, അത് കോർഡിനേറ്റ് ചെയ്ത ആളുടെ തന്നെ മിസ്റ്റേക്കാണ്. അതായത് ഈ പുള്ളി ഇപ്പോൾ ഹനാൻ ഷാനെ ഒരു പരിപാടിക്ക് വിളിച്ചു, ഈ പുള്ളിക്കാരൻ അവിടെ വന്നില്ല, ഈ പറഞ്ഞ സമയത്ത് വന്നില്ല, അല്ലെങ്കിൽ ഈ പരിപാടിക്ക് വന്നില്ലെങ്കിൽ ഓക്കെ, ഹനാൻ ഷായുടെ ഭാഗത്തെ മിസ്റ്റേക്ക്. ഇത് പുള്ളിക്കാരൻ ചോദിച്ച കാര്യങ്ങൾ, അത് പുള്ളിക്കാരൻ സ്റ്റേജ് വെച്ച് പറയുന്നുണ്ട്, ഞാൻ ചോദിച്ച കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ല. പുള്ളിക്കാരൻ ഇതേപോലെ പാട്ട്, അതായത് നമ്മൾ നോർമലി ഇത്രയും വലിയ ക്രൗഡിന്റെ ഇടയ്ക്കാണ് പാടുന്നത്. അപ്പൊ ഈ പാട്ടിന്റെ ഇടയ്ക്ക് വെച്ചിട്ട് ഓഡിയൻസ് മറ്റേ ഇന്റർഫിയർ ചെയ്യാനായിട്ട് നമുക്ക് മറ്റേ അവരുടെ ട്രാക്ക് കേട്ടാലേ അവർക്ക് പ്രോപ്പറായിട്ട് പാടാൻ പറ്റുള്ളൂ. അത് പാടുന്ന പുള്ളിക്കാരൻ സ്വന്തമായിട്ട് പാടിയ പാട്ടുകളാണ് പാടുന്നത്. അപ്പോൾ പുള്ളിക്കാരൻ ഇത് നേരത്തെ ചോദിക്കുന്നത്, പുള്ളിക്കാരൻ്റെ ബേസിക് ആയിട്ടുള്ള പ്രോഗ്രാം പെർഫോം ചെയ്ത് പുള്ളിക്കാരൻ നല്ല രീതിയിൽ ഔട്ട് കൊടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടാവും. ഇപ്പോൾ ഇന്നത്തെ അതായത് ഈഗിൾ ഒരു കാര്യം പറയുന്നുണ്ട്. അതായത് നമ്മളിപ്പോൾ ഒരാൾ വ്ളോഗ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ബെസ്റ്റ് DSLR ക്യാമറ വെക്കുന്ന ഒരു കാര്യം പറയുന്നുണ്ട്. അത് നല്ലൊരു പോയിന്റാണ് പുള്ളി പറഞ്ഞത്. അത് ശരിയല്ലേ? അതായത് ഇന്നത്തെ അക്ഷർ ടെക്കി മറ്റേ ക്യാമറ നല്ല കൂടിയ ക്യാമറ ആയിരിക്കും, മറ്റേ എന്തിനൊക്കെ കൂടിയ ക്യാമറ വെക്കുന്നത്. അതായത് ആൾക്കാരുടെ അടുത്ത് ഔട്ട് പോകുന്ന സമയത്ത് നല്ല രീതിയിൽ കാണാനല്ലേ. അതേപോലെ തന്നെ പുള്ളിക്ക് ഹനാൻ ഷായുടെ കാര്യം, അത് പുള്ളിക്കാരൻ ഈ സാധനം ചോദിക്കുന്നത്, പുള്ളിക്കാരൻ്റെ പാട്ട് വൈറലാകുന്ന സമയം, ഇതേപോലെ സോഷ്യൽ മീഡിയ സ്പ്രെഡ് ചെയ്യുന്ന സമയത്ത് പുള്ളിക്കാരൻ്റെ പാട്ട് നല്ല ഔട്ടായിട്ട് പോകാനായിട്ടാണ് പുള്ളിക്കാരൻ ചോദിക്കുന്നത്. ബാക്കി നമുക്ക് ഈഗിളിന്റെ ബാക്കി നമുക്ക് വീഡിയോ കാണാം. എനിക്കിത് കേട്ടപ്പോ എനിക്ക് ഭയങ്കര ഒരു ഇതായിട്ട് തോന്നി. സത്യം പറഞ്ഞാൽ ഇത് അതിന്റെ ആവശ്യമില്ല, അതിന്റെ ആവശ്യമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അത് വെച്ചാൽ അത്രയും ഇത് ഇത്രയും ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ട് പറയണമെന്ന് തോന്നി, വേറെ ഒന്നുമല്ല. അത് വിട്ടേരാ, ബാക്കി നിങ്ങൾ വീഡിയോ കണ്ടു നോക്കുക, അന്നേരം മനസ്സിലാവും. അത്രയൊന്നും അവർ ഡിസേർവ് ചെയ്യുന്നില്ല. ഈ ഹേറ്റ് ഒന്നും അവർ ഡിസേർവ് ചെയ്യുന്നില്ല. ശരിക്കും അത് സത്യം, ഞാനും എഗ്രി ചെയ്യുന്നു. അത് ഈ ഇത്രയും അത് ഇൻക്ലൂഡിങ് വിക്കിത്തൊക്കെ അങ്ങനെ കുറെ പേര് എല്ലാവരും ഇത് പുള്ളിക്കെതിരെ ഇത് റിയാക്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇത്രയും ഹെയ്റ്റ് ചെയ്യാനായിട്ട് പുള്ളിക്കാരൻ എന്താ ചെയ്തത്? പുള്ളിക്കാരൻ വന്ന സമയത്ത് പുള്ളിക്കാരൻ ഉദ്ദേശിച്ച സാധനം കിട്ടിയില്ല. അപ്പൊ കുറെ പേര് കളിയാക്കുന്നത് എന്താ വെച്ചാലേ, നിങ്ങൾ ഈ പുള്ളിക്കാരൻ ഹനാൻ ഷാ മറ്റേ കമ്പ്യൂട്ടറിൽ കുത്തിയിട്ട് പാടുന്ന ആളല്ലേ എന്ന് ചോദിക്കുന്നു. അത് കമ്പ്യൂട്ടറിൽ കുത്തിയിട്ട് ജസ്റ്റ് ലിപ്സിങ് കൊടുക്കുന്ന ആളല്ലേ എന്ന് ചോദിക്കുന്നു.
അത് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ചിലവർ ചോദിക്കുന്നുണ്ട്, അതായത് ഈ പാട്ടുകാർക്ക് എന്തിനാ ഈ ഇത്ര സാധനങ്ങൾ, മൈക്കും ഒരു സ്പീക്കറും പോരെ എന്ന് ചോദിക്കുന്നുണ്ട്. അതായത് ഇത് ഈഗിൾ വ്യക്തമായി പറയുന്നുണ്ട്. അതായത് ഒരാൾക്ക് നമുക്ക് പാട്ട് പാടുന്ന സമയത്ത് പുള്ളിക്കാരൻ, ഈ ഈഗിൾ എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ പാട്ടുകാരൻ, അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞു, പുള്ളിക്കാരൻ അത്യാവശ്യം പാട്ടൊക്കെ പാടും. അപ്പൊ പുള്ളിക്കാരൻ ഇതിനെ കുറിച്ച് അറിയുന്നുണ്ട്, പുള്ളിക്കാരൻ ഇതിനെ കുറിച്ച് പറഞ്ഞു, ഉള്ള കാര്യമല്ലേ. അതായത് ഒരു പാട്ടുകാരന് വേണ്ടിയ സാധനം ഒരു പ്രോഗ്രാമിന് പോകുന്ന സമയത്ത് ചോദിക്കുന്നതിൽ എന്താ തെറ്റ്? ബാക്കി വീഡിയോ നമുക്കൊന്ന് കാണാം. പുള്ളി ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല പുള്ളി ഒരു ഊമ്പിയ ആപ്ലിക്കേഷനോ അല്ലെങ്കിൽ നാട്ടുകാർക്ക് ഉപദ്രവമായിട്ടുള്ള ഒരു സാധനം പോലും പ്രൊമോട്ട് ചെയ്യുന്ന ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഹനാൻഷ ആയിക്കോട്ടെ, അവർ ഫാമിലി വ്ളോഗ് ചെയ്യുന്നവരാ. നല്ല ഇതുവരെ പുള്ളി ഇപ്പൊ വല്ല മദ്യമോ സിഗരറ്റോ ഒന്നും, അവരുടെ രീതിയിൽ അവരുടെ ഫാമിലി വ്ളോഗ്സ് എന്ന് വെച്ചാൽ അവരുടെ വ്ളോഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് കുടുംബത്തോടിരുന്ന് കാണാൻ പറ്റും. എന്റെ ലൈവ് പോലും അങ്ങനെ കാണാൻ പറ്റില്ല, മനസ്സിലായേ? അത് പറഞ്ഞത് സത്യമാണ്. എന്ന് വെച്ചാൽ പുള്ളിക്കാരന്റെ വ്ളോഗ്സ് ഒക്കെ കാണാൻ നല്ല രസമാണ്. എന്ന് വെച്ചാൽ നമുക്ക് ഫാമിലി ആയിട്ടൊക്കെ ഇരുന്ന് കാണാൻ നല്ല രസമാണ്. അത് ഞാൻ പേഴ്സണലി എനിക്ക് ഈ പുള്ളിക്കാരന്റെ എന്ന് വെച്ചാൽ എനിക്ക് പുള്ളിക്കാരന്റെ ക്യാരക്ടർ അത്യാവശ്യം നല്ല രീതിയിൽ ഇഷ്ടമാണ്. എന്ന് വെച്ചാൽ പുള്ളിക്കാരൻ അത്യാവശ്യം ഭയങ്കര എളിമയാണ്. എന്ന് വെച്ചാൽ ഇത് നല്ല പുള്ളിക്കാരൻ ഇപ്പൊ അത്യാവശ്യം നല്ല രീതിയിൽ കിട്ടുന്നു. പുള്ളിക്കാരൻ മറ്റേ സൂപ്പർ ഹിറ്റ് 100 കോടി 200 കോടി 300 കോടി കിട്ടിയ ലോകയിലൊക്കെ പുള്ളിക്കാരൻ പാടണമെങ്കിൽ അത്യാവശ്യം കഴിവുണ്ടായിട്ടാണല്ലോ ഇത്. അപ്പൊ എനിക്ക് അക്ഷരയ്ക്കോട് പറയാനുള്ളത്, അതായത് ഇത് എനിക്ക് തോന്നുന്നു പുള്ളിക്കാരൻ ചെറിയൊരു ഇത്രയും ക്രൗഡ്സ് ഒക്കെ കണ്ടിട്ട് ചെറിയൊരു അസൂയ കൊണ്ടിട്ട് ചെയ്ത പോലെ എനിക്ക് തോന്നുന്നു പേഴ്സണലായിട്ട്. പക്ഷെ എന്തായാലും കൊള്ളാം. ശരിക്കും പറഞ്ഞാൽ പുള്ളിക്കാരൻ ഇത്രയും ഹേറ്റ് ഡിസർവ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരൻ ഒരു പ്രോഗ്രാമിന് പാട്ട് പാടാൻ പോയി, സംഭവം നടന്നില്ല. അതായത് ഈ പ്രോഗ്രാം നടന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും അപ്പോൾ കുറെ പേര് പറയും, അതായത് അവിടെ പോയി മറ്റേ പൈസ കൊടുത്ത് സ്റ്റേജിൽ മറ്റേ നാട്ടുകാരുടെ ഇതൊക്കെ എന്തായി, അവരുടെ ടൈം വേസ്റ്റ് ആയി. തീർച്ചയായിട്ടും അവരുടെ ടൈം വേസ്റ്റ് ആയിട്ടുണ്ട്. പക്ഷെ ഇത് ബ്ലെയിം ചെയ്യേണ്ട ആള് ഹനാൻഷനെ അല്ല, അത് കോർഡിനേറ്റ് ചെയ്ത ആൾക്കാരാണ് ബ്ലെയിം ചെയ്യേണ്ടത്. പിന്നെ വേറെ കുറെ പേര് ഇവന്റെയൊക്കെ പാട്ട് കേൾക്കാനായിട്ട് എന്തിനാ ഇത്രയും പേര് കുത്തിത്തള്ളി പോകുന്നതെന്നൊക്കെ കുറെ പേര് ചോദിക്കുന്നുണ്ട്. എനിക്ക് അങ്ങനെ ചോദിക്കാം, നമ്മൾ ലാലേട്ടന്റെ ഒരു പുതിയ പടം ഇറങ്ങുന്ന സമയത്ത് നമ്മളെല്ലാവരും കൂടെ ഓടിത്തള്ളി, ലാലേട്ടൻ ഫാൻസ് ആണെങ്കിൽ ഇപ്പൊ മമ്മൂക്കയുടെ ഒരു പുതിയ പടം ഇറങ്ങുന്നത് നമ്മളെല്ലാവരും കൂടെ കുത്തിക്കയറി തിയേറ്ററിൽ കയറി പോകത്തില്ലേ ഫസ്റ്റ് ഡേ തന്നെ? നമ്മൾ മമ്മൂട്ടി ആണെങ്കിൽ ലാലേട്ടാണെങ്കിൽ ഇപ്പൊ ഈ വിജയ് പടം ഒരു വിജയ് പടം ഇറങ്ങുന്ന സമയം 4 മണിക്കത്തെ ഷോയ്ക്ക് ഇടിയാണല്ലോ. എന്തുകൊണ്ടാ? നമുക്കത് തലയ്ക്ക് വല്ല കുഴപ്പമുണ്ടായിരുന്നു. അത് ജസ്റ്റ് ഒരു നമ്മുടെ ലൈഫിൽ എല്ലാവർക്കും കുറെ കഷ്ടപ്പാടും ഇതുണ്ടാവും. നമ്മുടെ ആ ടൈമിലെ മൊമെന്റിൽ ജസ്റ്റ് നമുക്ക് ആ ഒരു മൊമെന്റിൽ ഇത് എൻജോയ് ചെയ്യുന്ന ഒരു സാധനമായിരിക്കും അത്. നമുക്ക് ചിലവർക്ക് മൂവി കാണുമ്പോൾ ലാലേട്ടന്റെ പടം കാണുമ്പോഴേക്കും ഭയങ്കര ഒരു എൻജോയ്മെന്റ് തോന്നും, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മാറുന്നു. ചിലവർക്ക് ഈ ഇതേപോലെ പാട്ടുകൾക്ക് കേൾക്കുന്നത്, വേടന്റെ പാട്ട് കേൾക്കാനായിട്ട് എത്ര പേര് പോകുന്നുണ്ട്. അതൊക്കെ ചിലവരുടെ എൻജോയ്മെന്റ്. അത് അവർക്കത് എൻജോയ്മെന്റ് ആണെങ്കിൽ അവർ അതിന്റെ പുറകെ പൊക്കോട്ടെ. അതിന് ബാക്കിയുള്ളവർക്ക് ബാക്കിയുള്ള റീൽസ് തോണ്ടി കാണുന്ന ബാക്കിയുള്ളവർക്ക് എന്താ ഈ പ്രശ്നം എനിക്ക് മനസ്സിലാവുന്നില്ല. പക്ഷെ ഈ കാര്യത്തിന് ഇത്രയും ഹേറ്റ് നിങ്ങൾ ബ്ലെയിം ചെയ്ത കുഴപ്പമില്ല, ഹനാൻഷാനെ ഇച്ചിരി ബ്ലെയിം ചെയ്തതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഈ പയ്യന് ഇത്രയും ഹേറ്റ് കൊടുക്കേണ്ട യാതൊരു കാര്യമില്ല. അത് ഞാൻ ഈ സ്റ്റേറ്റ്മെന്റ് ഈഗിൾ പറഞ്ഞതിന് ശേഷം ഞാൻ ഉറപ്പായിട്ടും യോജിക്കുന്നുണ്ട്. എന്തായാലും ഇതേപോലത്തെ വീഡിയോസ് നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാം. ബൈ.